മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിലില്ലെന്ന സുരേഷ് ഗോപി. വരുന്ന 3 മാസത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കും. അത് കേന്ദ്ര സർക്കാരിന് നൽകുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി പി ബസന്ത് ചേരുന്നു ദില്ലിയിൽ നിന്നും. സഹമന്ത്രി എന്ന കാര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയ പോര് അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു സഹമന്ത്രി സ്ഥാനം മാത്രമായി കൊടുത്തു എന്ന് പറയുന്നു. അപ്പോഴും കേരളത്തിൽ നിന്ന് ആദ്യമായി അക്കൗണ്ട് തുറന്ന ഒരാൾക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുക എന്നത് നമ്മൾക്കൊരിക്കലും ചെറുതാക്കി കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത് അജണ്ടയിൽ പോലും ഇല്ല എന്ന്. കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്നത് ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സുരേഷ് ഗോപി തള്ളിക്കളയുന്നത്. അത്തരത്തിലൊരു അജണ്ടയും തന്റെ മുന്നിൽ ഇപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം കോടികളുടെ സിനിമാ പദ്ധതികൾ തന്റെ മുന്നിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അക്കാര്യം പ്രധാനമന്ത്രിക്കും അറിയാം. കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന 3 മാസത്തിനുള്ളിൽ ഡിസംബറിന് മുമ്പ് തന്നെ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് നൽകും എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിൽ എങ്ങനെയാണ് വാർത്തകൾ പ്രചരിക്കുന്നതെന്നറിയില്ല. തനിക്ക് സിനിമാ പദ്ധതികളുണ്ട്, അത് പൂർത്തിയാക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് പ്രധാനമന്ത്രിയും പാർട്ടിയുമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. തൽക്കാലം രാജിയെ സംബന്ധിച്ച ഒരു കാര്യവും തന്റെ മുന്നില്ല. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ആളെ മന്ത്രിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് സെക്രട്ടറി ക്ഷണിക്കുന്നത് ഒരു ഔദ്യോഗിക രേഖ നൽകിക്കൊണ്ടാണ്. താങ്കളെ ഇന്ന പോസ്റ്റിലേക്ക് സഹമന്ത്രി സ്ഥാനത്തേക്ക് മന്ത്രിയായി നിയമിക്കുന്നു, അതിനുള്ള സത്യപ്രതിജ്ഞയ്ക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ എതിർപ്പുണ്ടെങ്കിൽ പോവാതിരിക്കാം. ഇന്നലെ NCP ചെയ്തത് അതാണ്. അജിത് പവാറിന്റെ അവര് സഹമന്ത്രി സ്ഥാനം, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഇന്നലെ സുരേഷ് ഗോപി ആ വാറണ്ട് കൈപ്പറ്റിക്കൊണ്ടാണ് അവിടെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് എന്നുള്ള വിഷയം മനസ്സിലാക്കണം. അപ്പോൾ പൂർണ്ണ സമ്മതത്തോടെയാണ് അദ്ദേഹം ആ സത്യപ്രതിജ്ഞയിൽ പങ്കെടുത്തത്. സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ആ സമയത്ത് അദ്ദേഹം സംസാരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെന്തെങ്കിലും അതിർത്തി ഉള്ളതായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന്റെ മുന്നിൽ രാജി എന്നുള്ളൊരു അജണ്ട ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്.